ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കാൻ. ആദ്യം തന്നെ മൂപ്പര് കളവ് പറയാണ്. സമസ്തക്കാരല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നത് മുജാഹിദുകൾ കളവായി പറഞ്ഞതാണ് എന്നാണ് അത് പറയുന്നത്. ഹക്കീം അസ്ഹരി തന്നെ പറയട്ടെ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇതിനെ ആളുകൾ ചോദ്യം ചെയ്ത സമയത്ത് നമ്മളെ പേരോട് ഉസ്താദ് ന്യായീകരിക്കുന്നു എന്ന് കേട്ടാലോ. ഉസ്താദേ, നിങ്ങൾ പറയുന്നത് ഒന്ന്, ഹക്കീം അസ്ഹരി പറയുന്നത് വേറെ ഒന്ന് പറയുന്നുണ്ട്. ക്ലിപ്പ് ആലോചിച്ചല്ല. നിങ്ങൾ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്, അദ്ദേഹം പറയുന്നത് ബദരീങ്ങളെ വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ബദരീങ്ങളെ വിളിച്ച് ആരോട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മൂപ്പര തിരുമറിയാണ് ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ആരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഉസ്താദുമാർ പ്രാർത്ഥിക്കുന്നത് തന്നെ എമ്പാടും കാണാൻ സാധിക്കുന്നില്ലേ. അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് ഒരു ഭാഗം പറഞ്ഞു. എന്നാൽ പ്രവൃത്തിപഥത്തിലേക്കും കർമ്മപഥത്തിലേക്കും വരുമ്പോൾ അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ശരിക്കും വൈരുദ്ധ്യം തന്നെയാണ്. സമസ്ത മുഴുവൻ വൈരുദ്ധ്യം. ഇനി വേറൊരു വിദ്വാൻ പറയുന്ന ഒരു സംസാരം നമുക്ക് കേട്ടാലോ. കുറെ ഹൈറ്റുകൾ വരത്തില്ല. ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല. സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് ബദരീങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൾ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. അപ്പോൾ പേരോട് പറഞ്ഞു അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. അൽഹംദുലില്ലാ. പക്ഷേ ഇവിടെ ഈ വിദ്വാൻ എന്താ പറയണത്? എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ആരാ? ബദരീങ്ങൾ. അപ്പോൾ പേരോടിൻ്റെ ന്യായം എന്താ? ബദരീങ്ങളെ വിളിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. ഇനി ഏതായാലും ഇവിടെ എന്താ പറയണത്? ഇവിടെ പറഞ്ഞത് എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ, ബദരീങ്ങളെ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. അപ്പം നേരിട്ട് പ്രാർത്ഥിക്കാണ്. ഇവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു എന്നാണ്. എന്നാൽ നമ്മുടെ സമസ്ത ഉസ്താദുമാരും അതിൻ്റെ അനുയായികളുമോ പ്രതിസന്ധി കടുക്കും തോറും അല്ലാത്ത ആൾക്കാരെ കൂടുതൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ. അപ്പോൾ മുശ്രിക്കുകളെക്കാളും വിശ്വാസരംഗത്ത് വീഴ്ചകൾ വന്ന, വിള്ളലുകൾ വന്ന, പുഴുക്കുത്തുകൾ പേറിയ ഒരവസ്ഥയിലാണ് ഇന്ന് സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.